ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം 8-ാം അധ്യായം 19-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ 8-മോऽധ്യായഃ. മൈത്രേയ ഉവാച. സത്സേവനീയോ ബദപൂർവംശോ യല്ലോകപാലോ ഭഗവത്പ്രധാനഃ ബഭൂവിധേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ ഭീക്ഷ്ണം. സോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യദാഹ സാക്ഷാൽ ഭഗവാൻ ഋഷിഭ്യഃ. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമഗുണ്ഠസത്വം വിവിത്സവസ്ത്വമതഃ പരസ്യ കുമാരമുഖ്യ മുനയോന്വപൃച്ഛൻ. സ്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധമാമനന്തി പ്രത്യഗ്ധദാക്ഷാംബുജകോശമീഷദുന്മീലയന്തം വിബുധോദയായ സ്വർധുന്യുദാർദ്രൈഃ സജടാകലാപൈഃ ഉപസ്പൃശന്തശ്ചരണോപധാനം പത്മം യദർച്ചന്ത്യഃ അഹിരാജകന്യാ സപ്രേമനാനാബലിഭിർവരാർത്ഥാഃ. മുഹുർഗൃണന്തോ വചസാനുരാഗസ്ഖലൽപദേനാസ്യ കൃതാനി തജ്ഞാ കിരീടസാഹസ്രമണിപ്രവേഗപ്രദ്യോതിതോദ്ദാമഫണാസഹസ്രം. പ്രോക്തം കിലൈതൽ ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായ തേന സനൽകുമാരായ സ ചാഹ പൃഷ്ടഃ സാംഖ്യായനായാം ധൃതവ്രതായാം. സാംഖ്യായനഃ പാരമഹംസമുഖ്യോ വിവക്ഷമാണോ ഭഗവദ്വിഭൂതിഃ ജഗാദസോസ്മദ്ഗുരവേന്വിതായ പരാശരായാഥ ബൃഹസ്പതേശ്ച. പ്രോവാച മഹ്യം സ ദയാലുരുക്തോ മുനിപുലസ്ത്യേന പുരാണമാദ്യം. സോഹം തവൈതൽ കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യമനുവ്രതായ. ഉദാപ്ലുതം വിശ്വമിദം തദാസീദ്യൻ നിദ്രയാമീലിതതൃങ്യമീലയൽ അഹീന്ദ്രതൽപേധിശയാന ഏകഃ കൃതക്ഷണ സ്വാത്മരതോ നിരീഹഃ. സോന്ദശരീരേർപ്പിതഭൂതസൂക്ഷ്മകാലാത്മികാം ശക്തിമുദീരയാണ. ഉവാസ തസ്മിൻ സലിലേ പദേ സ്വേ യഥാനലോ ദാരുണി രുദ്ധവീര്യഃ. ചതുർയുഗാനാം ച സഹസ്രമപ്സു സ്വപൻ സ്വയോദീരിതയാ സ്വശക്തിയാ കാലാഖ്യയാ സാധിതകർമ്മതന്ത്രോ ലോകാനപീതാൻ ദദൃശേ സ്വദേഹേ. തസ്യാർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേരന്തർഗതോऽർത്ഥോ രജസാദനീയാൻ ഗുണേന കാലാനുഗതേന വിദ്ധഃ. സൂക്ഷ്യംസ്തദാഭിദ്യത നാഭിദേശാത് സപത്മഘോഷ സഹസോദതിഷ്ഠൽ കാലേന കർമ്മ പ്രതിബോധനേന സ്വരോജിഷാ തൽസലിലം വിശാലം വിദ്യോദയൻ അർക്ക ഇവാത്മയോനിഃ. തല്ലോകപത്മം സ ഏവ വിഷ്ണുഃ പ്രാവീവിശൽ സർവഗുണാവഭാസം. തസ്മിൻ സ്വയം വേദമയോ വിധാതാ സ്വയംഭുവം യം സ്മ വദന്തി സോऽഭൂത്. തസ്യാം സ ചാംഭോരുഹകർണികായാം അവസ്ഥിതോ ലോകം അപശ്യമാനഃ പരിക്രമൻ വ്യോംനി വിവൃത്തനേത്രശ്ചത്വാരി ലേഭേനുദിശം മുഖാനി. തസ്മാദ്യുഗാന്തശ്വസനാവഘൂർണ ജലോർമിചക്രാൽ സലിലാദ്വിരൂഢം ഉപാശ്രിത കഞ്ചമു ലോകതത്വം നാത്മാനമദ്ധാവിദദാതിദേവ. യോസാവഹമബ്ജപൃഷ്ഠയേദൽ കുതോ വാബ്ജമനന്യദപ്സു അസ്തി ഹ്യധസ്താദിഹ കിം ജനൈതദ് അധിഷ്ഠിതം യത്ര സതാനുഭാവ്യം. സ ഇത്തമുദ്വീക്ഷ്യ തദബ്ജനാഭനാഡീഭിരന്തർജലമാവിവേശ സർവാ നാർവാഗതസ്തത്ഖരനാളനാളനാഭിം വിജിന്വം സ്തദ് അവിന്ദതാജഃ.
ഒന്നുകൂടി ചെല്ലാം. 19 സയിത്തമുദ്വീക്ഷ്യ തദബ്ജനാഭനാഡീഭിരന്തർജലമാവിവേശ നാർവാഗതസ്ഥൽ ഖരനാളനാളനാഭിം വിജിൻവം സ്തദവിന്ദദാജഹാം. അടുത്തത് 20 ശ്ലോകം. തമസ്യ പാരേ വിദുരാത്മസർഗം വിചിൻവതോ ഭൂൽ സുമഹാംസ്തൃണേമിഹി യോ ദേഹഭാജം ഭയമീരയാണഃ പരീക്ഷിണോത്യായുരജസ്യ ഹേതിഃ. തമസ്യ പാരേ വിദുരാത്മസർഗം വിജിൻവതോ ഭൂത്സു മഹാംസ്തൃണേമി യോ ദേഹഭാജം ഭയമീരയാണഃ പരീക്ഷിണോത്യായുർ അജസ്യ ഹേതിഃ. തമസ്യ പാരേ വിദുരാത്മസർഗം, അല്ലയോ ആ വിദുര, അപാരേ തമസി, വലിയ ആ അന്ധകാരത്തില്, മഹാന്ധകാരത്തില്, ആത്മസർഗം, തൻ്റെ ആ സൃഷ്ടിയുടേതായിരിക്കുന്ന ആസ്പദം, അതിൻ്റെ ആധാരം, അതിനെ അന്വേഷിച്ച ആ ബ്രഹ്മാവിന് വിജുന്വതോ ഭൂത് സുമഹാംസ്തൃണേഭി, അദ്ദേഹത്തിന് വലുതായിട്ടുള്ള അനവധി കാലം അതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് പറയുന്നത്. അനവധി കാലം കടന്നുപോയി. സുമഹാംസ്തൃണേമി യോ ദേഹഭാജം ഭയമീരയാണ്, ദേഹം എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഭയത്തെ കൊടുക്കുന്ന പരീക്ഷിണോത്യായുർ അജസ്യ, അവരെ പരിക്ഷീണിതരാക്കുന്നു. ആയുസ് ആയുസിനെ കൊണ്ടൊക്കെ അവരെ പരിക്ഷീണിതരാക്കുന്നു. അജസ്യ ഹേതിഹി, ആ വിഷ്ണുവിൻ്റെ ആ കാലത്തിന് ചക്രം എന്നാണ്. ഹേതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രം, കാലചക്രം. ആ കാലത്തിൻ്റെ ഭയത്താൽ ആ ശരീരികൾക്ക് ആയുസ് ക്ഷീണമായി തീരണു എന്നാണ് പറയുന്നത്. അപ്പോൾ തമസ്യ പാരേ വിദുരാത്മസർഗം വിചിൻവതോ ഭൂത്സു മഹാംസ്തൃണേമി യോ ദേഹഭാജം ഭയമീരയാണഃ പരീക്ഷിണോത്യായുരജസ്യ ഹേതി. ഹേ വിദുര, അല്ലയോ വിദുര, അപാരേ തമസി, മഹാന്ധകാരത്തിൽ, ആത്മസർഗം, തൻ്റെ ഉൽപ്പത്തിയുടെ ആസ്പദം, വിചിന്വതഃ, അന്വേഷിച്ച ബ്രഹ്മാവിന്, സുമഹാൻ, വലുതായ, തൃണേമി, ആ കാലം, അഭൂത്, കടന്നുപോയി, യഹ, ഏത്, അജസ്യ, ആ വിഷ്ണുവിൻ്റെ, ഹേതിഹി, ചക്രമായിട്ട്, ദേഹഭാജാം, ശരീരികൾക്ക്, ഭയം, ഭയത്തെ, ഈരയാണഹ, ജനിപ്പിച്ചുകൊണ്ട്, ആയുഹു, ആയുസ്സിനെ, പരീക്ഷിണോതി, ക്ഷീണിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം. ഹേ വിദുര, അല്ലയോ വിദുര, അപാരേ തമസി, മഹാന്ധകാരത്തിൽ, ആത്മസർഗം, തൻ്റെ ആ ഉൽപ്പത്തിയുടെ ആസ്പദം, വിചിന്വതഃ, ആ ആധാരം അന്വേഷിച്ച ആ ബ്രഹ്മാവിന്, സുമഹാൻ, വലുതായിട്ടുള്ള, തൃണേമിഹി, കാലം, അഭൂത്, കടന്നുപോയി, യഹ, ഏത്, അജസ്യ, ആ വിഷ്ണുവിൻ്റെ, ഹേതിഹി, ചക്രമായിട്ട്, ദേഹഭാജാം, ശരീരികൾക്ക്, ഭയം, ഭയത്തെ, ഈരയാണഹ, ജനിപ്പിച്ചുകൊണ്ട്, ആയുഹു, ആയുസ്സിനെ, പരീക്ഷിണോതി, ക്ഷീണിപ്പിക്കുന്നു. അതിലത്തെ അന്വയം. ഹേ വിദുര, അപാരേ തമസി, ആത്മസർഗം, വിചിന്വതഃ, സുമഹാൻ, തൃണേമിഹി അഭൂത്, യഹ, അജസ്യ ഹേതിഹി, ദേഹഭാജാം, ഭയം, ഈരയാണഹ, ആയുഹു, പരീക്ഷിണോതി. എന്നുകൂടി പറയാം. ഹേ വിദുര, അപാരേ തമസി, ആത്മസർഗം, വിചിന്വതഃ, സുമഹാൻ, തൃണേമിഹി, യഹ, അജസ്യ ഹേതിഹി, ദേഹഭാജാം, ഭയം, ഈരയാണഹ, ആയുഹു, പരീക്ഷിണോതി. അല്ലയോ വിദുര, ആ മഹാന്ധകാരത്തിൽ തൻ്റെ ഉൽപ്പത്തിയുടെ ആസ്പദം അന്വേഷിച്ച ആ ബ്രഹ്മാവിന് വലുതായിട്ടുള്ള ആ കാലം കടന്നുപോയി. വിഷ്ണുവിൻ്റെ ആ ചക്രമായിട്ട് ആ ശരീരികൾക്ക് ആ ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട്
ആ കാലചക്രം ആയുസ്സിനെ ക്ഷീണിപ്പിക്കുന്നു എന്നർത്ഥം. എന്നുകൂടി പറയാം. ഹേ വിതുര, മഹാന്ധകാരത്തിൽ തൻ്റെ ഉൽപ്പത്തിയുടെ ആ ആസ്പദം അന്വേഷിച്ച ആ ബ്രഹ്മാവിന് വലുതായ ആ കാലം അങ്ങനെ കടന്നുപോയി. ഏത് വിഷ്ണുവിൻ്റെ ചക്രമായിട്ട് ആ ശരീരികൾക്ക് ഭയം, കാലചക്രമായിട്ട് ആ ശരീരികൾക്ക് ഭയം ജനിപ്പിച്ചുകൊണ്ട് ആ ആയുസ്സിനെ അത് ക്ഷീണിപ്പിക്കുന്നു. അല്ലയോ വിതുര, കരകാണാത്ത ജ്ഞാനാന്ധകാരത്തിൽ മഗ്നനായിരിക്കുന്ന ആ ബ്രഹ്മാവിന് തൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് അന്വേഷിച്ച് അനേക കാലം കഴിഞ്ഞുപോയി. ഭഗവാന്റെ ആയുധമായിരിക്കുന്ന കാലചക്രം ശരീരികൾക്ക് ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് എത്ര കാലം പ്രവർത്തിക്കുന്നുവോ അത്രയും കാലം ആ ബ്രഹ്മാവിൻ്റെ തിരച്ചിൽ തുടർന്നു. ത്രിണേമി എന്നാൽ കാലമെന്ന് ശ്രീധരീയം, ഹേതി എന്നാൽ ആയുധം. ഉത്തരാർദ്ധത്തിലെ കാലം ഒരു പുരുഷായുസ് അഥവാ 100 സംവത്സരമെന്ന് ശ്രീധരീയം. ദേഹഭാജാം നരാണാം ഭയമുൽപാദയന്നിതി സംവത്സരാശതം അതിക്രാന്തമിത്യുക്തം ഭവതി. സുമഹാം സ്ത്രീണേമിഹി എന്നിടത്ത് ണത്വം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യമില്ല. സുമഹാം സ്ത്രീണേഭിഹി, മഹത്തായിട്ടുള്ള ആ 3 മഹത്തായിട്ടുള്ള ആ കാലം ആകുന്ന ചക്രം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടി നോക്കാം. വിതുര, കരകാണാത്ത ആ ജ്ഞാനാന്ധകാരത്തിൽ തൻ്റെ ആ കാരണമന്വേഷിച്ചു കൊണ്ടിരുന്ന ആ ബ്രഹ്മാവിൻ്റെ വളരെ കാലം അങ്ങനെ കഴിഞ്ഞുപോയി. ഭഗവാൻ ചക്രസ്വരൂപമായിരിക്കുന്ന ആ കാലചക്രം പ്രാണികൾക്ക് ഭയമുണ്ടാക്കിക്കൊണ്ട് ആയുസ്സിനെ നശിപ്പിക്കുന്നു. അല്ലയോ വിതുര, അപാരമായിരിക്കുന്ന അന്ധകാരത്തിൽ തന്നെ സൃഷ്ടിച്ചത് ആരാണെന്ന് തിരയുന്ന ആ ബ്രഹ്മാവിൻ്റെ മഹത്തായിട്ടുള്ള കാലം അങ്ങനെ കഴിഞ്ഞു. എത്ര കാലമാണ് അങ്ങനെ കഴിഞ്ഞത് എന്നുള്ള ആകാംക്ഷയ്ക്ക് 100 സംവത്സരം കഴിഞ്ഞുവെന്ന് അർത്ഥത്താൽ സൂചിപ്പിക്കുന്നു. യാതൊരു വിധമായ കാലം പ്രാണികൾക്ക് ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നുവോ അത്ര കാലം ബ്രഹ്മദേവൻ ആ ആസ്പദത്തെ, ആ സൃഷ്ടിയുടെ ആസ്പദത്തെ തിരഞ്ഞു എന്നാണ് പറഞ്ഞത്. ശതായുഹു പുരുഷ എന്നുള്ള ശ്രുതിപ്രകാരം 100 ദേവസംവത്സരം എന്ന് അവിടെ സിദ്ധിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തെയും കൂടെ ചേർത്തിട്ട് സ ഏവം വിചാര്യ പ്രകാരം വിചാരിച്ചെടുത്താൽ കമലനാഡീദ്വാരാന്തർജലം, ആ കമലനാഡിയുടെ ആ ഉള്ളിലത്തെ സുഷിരത്തിലൂടെ അന്തർജലത്തിലേക്ക് പ്രവേശിച്ചിട്ട് ബഹുകാലം വർഷശതം വിചിൻവൻ, വളരെ കാലം ശതക്കണക്കിന് ആയിരക്കണക്കിന് നൂറുകണക്കിന് വർഷക്കാലം വിചിൻവൻ അന്വേഷിച്ചു. സ്വസ്യോൽപത്തി കാരണം, സ്വന്തം ആ ഉൽപ്പത്തിയുടെ കാരണത്തെ അന്വേഷിച്ചു. ന ജ്ഞാതവാൻ, അതിനെ അറിഞ്ഞില്ല. ഏവം ഇപ്രകാരം സ്വകാരണം വിജിൻവതസ്തസ്യ, അങ്ങനെ സ്വന്തം തൻ്റെ കാരണത്തെ അന്വേഷിച്ചിട്ട് മഹാൻ കാലോഭൂത്, അനവധി കാലം കഴിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏവം സ്വകാരണം വിജിൻവതസ്തസ്യ മഹാൻ കാലോഭൂത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തതോ നിവൃത്തോ പ്രതിലബ്ധകാമഃ, ആ ബ്രഹ്മദേവൻ അപ്രതിലബ്ധകാമഃ, നിവൃത്തോ അപ്രതിലബ്ധകാമഃ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചത്
സാധിക്കാത്തവനായിട്ട് സഹ ദേവ, അവസാനം പറയുന്നു പുനഃസഹ ദേവ, ആ ബ്രഹ്മദേവൻ ആഗ്രഹിച്ചത് സാധിക്കാത്തവനായിട്ട് അതിൽ നിന്നും തതോ അതിൽ നിന്നും പിന്തിരിഞ്ഞു. തെരച്ചിൽ നിന്നും ഉൽപ്പത്തിയുടെ ആസ്പദത്തെ അന്വേഷിച്ചുള്ള ആ തെരച്ചിലിൽ നിന്നും പിന്തിരിഞ്ഞു. എന്നിട്ട് പുനഃ വീണ്ടും സ്വധിഷ്ണ്യമാസാദ്യ, ആ സ്വന്തം സ്ഥാനത്ത് പോയിരുന്നിട്ട് ശനൈർജിതശ്വാസ നിവൃത്തചിത്തോ, അദ്ദേഹം ആ പ്രാണായാമം ചെയ്തിട്ട് മെല്ലെ ശനൈഹി, ആ പ്രാണായാമം ചെയ്തിട്ട് നിഷീദത് ആരൂഢ സമാധിയോഗ, ആരൂഢ സമാധിയിൽ സമാധിയിൽ അദ്ദേഹം നിഷീദത് ഉറച്ചിരുന്നു, സമാധിസ്ഥനായിട്ട് അദ്ദേഹം ഇരുന്നു എന്നർത്ഥം. പതിത്തെ പദങ്ങൾ സദേവ, ആ ബ്രഹ്മദേവൻ, അപ്രതിലബ്ധകാമ, ആഗ്രഹിച്ചത് സാധിക്കാത്തവനായിട്ട്, തതഃ അതിൽ നിന്ന്, നിവൃത്തഃ പിന്തിരിഞ്ഞ്, പുനഃ വീണ്ടും, സ്വധിഷ്ണ്യം സ്വന്തം സ്ഥാനത്തെ ആസാദ്യ പ്രാപിച്ച്, സ്വന്തം സ്ഥാനത്തെ പ്രാപിച്ച്, ശനൈഹി മെല്ലെ, ജിതശ്വാസ നിവൃത്തചിത്താഹ പ്രാണായാമം ചെയ്ത് ജിതേന്ദ്രിയനായിട്ട്, ആരൂഢ സമാധിയോഗ സമാധിയിൽ നിഷീദത് ഉറച്ചിരുന്നു. ഒന്നുകൂടി പറയാം. സദേവ, ആ ബ്രഹ്മദേവൻ, അപ്രതിലബ്ധകാമ ആഗ്രഹിച്ചത് സാധിക്കാത്തവനായിട്ട്, തതഃ അതിൽ നിന്ന്, നിവൃത്തഃ പിന്തിരിഞ്ഞ്, പുനഃ വീണ്ടും, സ്വധിഷ്ണ്യം സ്വസ്ഥാനത്തെ ആസാദ്യ പ്രാപിച്ച്, ശനൈഹി മെല്ലെ, ജിതശ്വാസ നിവൃത്തചിത്തഃ പ്രാണായാമം ചെയ്ത് ജിതേന്ദ്രിയനായിട്ട്, ആരൂഢ സമാധിയോഗ സമാധിയിൽ നിഷീദത് ഉറച്ചിരുന്നു. അപ്പോൾ അതിലത്തെ ആ അന്വയം സദേവ അപ്രതിലബ്ധകാമ തതഃ നിവൃത്തഃ പുനഃ സ്വധിഷ്ണ്യം ആസാദ്യ ശനൈഹി ജിതശ്വാസ നിവൃത്തചിത്തഃ ആരൂഢ സമാധിയോഗ നിഷീദത്. അതുകൂടി പറയാം. സദേവ അപ്രതിലബ്ധകാമ തതഃ നിവൃത്തഃ പുനഃ സ്വധിഷ്ണ്യം ആസാദ്യ ശനൈഹി ജിതശ്വാസ നിവൃത്തചിത്തഃ ആരൂഢ സമാധിയോഗ നിഷീദത്. ആ ബ്രഹ്മദേവൻ ആഗ്രഹിച്ചത് സാധിക്കാത്തവനായിട്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞ് വീണ്ടും സ്വസ്ഥാനത്തെ പ്രാപിച്ച് മെല്ലെ ആ പ്രാണായാമം ചെയ്ത് ജിതേന്ദ്രിയനായിട്ട് സമാധിയിൽ ഉറച്ചിരുന്നു. എന്നുകൂടി പറയാം. ആ ബ്രഹ്മദേവൻ ആഗ്രഹിച്ചത് സാധിക്കാത്തവനായിട്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞ് വീണ്ടും സ്വസ്ഥാനത്തെ പ്രാപിച്ച് മെല്ലെ പ്രാണായാമം ചെയ്ത് ജിതേന്ദ്രിയനായിട്ട് സമാധിയിൽ ഉറച്ചിരുന്നു. ആ പത്മത്തിൻ്റെ അധിഷ്ഠാനം കണ്ടെത്തുന്നതിൽ പരാജിതനായിരിക്കുന്ന ബ്രഹ്മാവ് ആ സ്വസ്ഥാനത്തേക്ക് മടങ്ങി പ്രാണായാമാദികളിലൂടെ സമാധി എന്ന അവസ്ഥയെ പ്രാപിച്ച് അവിടെ സ്ഥിതനായി. അപ്പോൾ ആ ദേവൻ സ്വന്തം മനോരഥം സാധിക്കാതെ, ആഗ്രഹിച്ചത് സാധിക്കാതെ എന്നർത്ഥം, തൻ്റെ അന്വേഷണത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പിന്നെയും തൻ്റെ സ്ഥാനത്ത് തന്നെ വന്ന് പതുക്കെ ശ്വാസം ജയിച്ചതിനാൽ ഒരുവിധം മനസ്സ് നിയന്ത്രിച്ച സമാധിയിൽ ലയിച്ചു. പുറമെ അന്വേഷിച്ചതുകൊണ്ട് തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തെ അറിയണമെന്നുള്ള ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ തൻ്റെ പ്രവൃത്തിയെ മതിയാക്കിയ ആ ബ്രഹ്മദേവൻ രണ്ടാമതും തൻ്റെ ആ വാസനാസ്ഥാനമായിരിക്കുന്ന ആ കമലത്തിൽ വന്നിരുന്നു. അന്തർഭാഗത്തിൽ അന്വേഷിപ്പാൻ വേണ്ടുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഇങ്ങനെ ശ്വാസങ്ങളെ ക്രമത്തിൽ അടക്കി മറ്റു വിഷയങ്ങളിൽ നിന്നും മനസ്സിനെയും പിന്തിരിപ്പിച്ച് തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ആ വസ്തുവേതോ അതിനെ സാക്ഷാത്കരിക്കണം എന്നുള്ള ആ ദൃഢഭാവനയോട് കൂടിയിട്ട് സമാധിയോഗത്തെ പ്രാപിച്ചു. ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ഏവം സ്വകാരണം വിചിന്വൻ തസ്യ മഹാൻ കാലോഭൂൽ. അങ്ങനെ സ്വന്തം കാരണത്തെ അന്വേഷിച്ച ബ്രഹ്മദേവന് കാലം കുറെ കഴിഞ്ഞു. പുനഃ കമലം പ്രാപ്യ, വീണ്ടും ആ കമലത്തിൽ തന്നെ ചെന്നിരുന്ന് തത്ര സ്ഥിത്വ, അവിടെ ഇരുന്ന് സമാധിസ്ഥോ ബഭുവ,
സമാധിയെ പ്രാപിച്ചു. പുനഃ കമലം പ്രാപ്യ തത്ര സ്ഥിത്വാ സമാധിസ്ഥോ ബഭൂവ ഉള്ളതാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത 22-ാമത്തെ ശ്ലോകം. കാലേന സോജപുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധഃ സ്വയം തദന്തർഹൃദയേവ ഭാതം അപശ്യതാപശ്യതയെന്ന പൂർവം. കാലേന സോജഃ പുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധഃ സ്വയം തദന്തർഹൃദയേവ ഭാതം അപശ്യതാപശ്യതയെന്ന പൂർവം. ഇപ്പോൾ കാലേന സോജ പുരുഷായുഷാഭിപ്രവൃത്തയോഗേന, അഭിപ്രവൃത്തയോഗേന എന്ന് പറഞ്ഞാൽ താൻ ആ പ്രാപിച്ച സമാധിയോഗത്താൽ, പ്രവൃത്തയോഗേന സമാധിയോഗത്താൽ പ്രാപിച്ച ആ സമാധി കൊണ്ട് വിരൂഢബോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മബോധം ഉറച്ചു. വിരൂഢബോധ സ്വന്തം സമാധിയോഗത്താൽ ആത്മതത്വം ഉറച്ച ആ ബ്രഹ്മദേവൻ മുമ്പ് യത് പുരുഷായുഷാകാലേന അനവധി പുരുഷായുസ് കാലം കൊണ്ട് കാണാൻ സാധിക്കാത്ത ആ വസ്തു അപശ്യത ആ കണ്ട വസ്തുവിനെ തൻ്റെ ഹൃദയാന്തർഭാഗത്ത് കണ്ടു. ഹൃദയാന്തർഭാഗത്ത് സ്വയം അവഭാതം അപശ്യത തന്നെത്താൻ സാക്ഷാത്കരിച്ചതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്, ദർശിച്ചു. പലത്തെ പദങ്ങൾ നോക്കാം. അഭിപ്രവൃത്തയോഗേന താൻ പ്രാപിച്ച ആ സമാധിയാൽ, വിരൂഢബോധ ആത്മതത്വം ഉറച്ച, സഹ അജഹ ആ ബ്രഹ്മദേവൻ, പൂർവം യത് മുൻപ് യാതൊന്നിനെ പുരുഷായുഷാകാലേന പുരുഷായുഷ്കാലം കൊണ്ട് അപശ്യത കണ്ടില്ലയോ, തത് അത് അന്തർഹൃദയെ ഹൃദയാന്തർഭാഗത്ത് സ്വയം അവഭാതം അപശ്യത തന്നെത്താൻ സാക്ഷാത്കരിച്ചതായിട്ട് ദർശിച്ചു. അഭിപ്രവൃത്തയോഗേന താൻ പ്രാപിച്ച സമാധിയാൽ, വിരൂഢബോധ ആത്മതത്വം ഉറച്ച, സഹ അജഹ ആ ബ്രഹ്മദേവൻ, പൂർവം യത് മുമ്പ് യാതൊന്നിനെ പുരുഷായുഷാകാലേന പുരുഷായുഷ്കാലം കൊണ്ട് ന പശ്യത കണ്ടില്ലയോ, തത് അത് അന്തർഹൃദയെ ഹൃദയാന്തർഭാഗത്ത് സ്വയം അവഭാതം അപശ്യത തന്നെത്താൻ സാക്ഷാത്കരിച്ചതായിട്ട് ദർശിച്ചു. അവിടുത്തെ അന്വയം അഭിപ്രവൃത്തയോഗേന വിരൂഢബോധ സഹ അജഹ പൂർവം യത് പുരുഷായുഷാകാലേന ന അപശ്യത തത് അന്തർഹൃദയെ സ്വയം അവഭാതം അപശ്യത. എന്നോട് പറയാം. അഭിപ്രവൃത്തയോഗേന വിരൂഢബോധ സഹ അജഹ പൂർവം യത് പുരുഷായുഷാ ന അപശ്യത തത് അന്തർഹൃദയെ സ്വയം അവഭാതം അപശ്യത. താൻ പ്രാപിച്ച സമാധിയാൽ ആത്മതത്വമുറച്ച ബ്രഹ്മദേവൻ മുമ്പ് യാതൊന്നിനെ പുരുഷായുഷ്കാലം കൊണ്ട് കണ്ടില്ലയോ, അത് ഹൃദയാന്തർഭാഗത്ത് തന്നെത്താൻ സാക്ഷാത്കരിച്ചതായിട്ട് ദർശിച്ചു. ഒന്നും കൂടി പറയാം. താൻ പ്രാപിച്ച സമാധിയാൽ ആത്മബോധം ഉറച്ച ബ്രഹ്മദേവൻ മുൻപ് യാതൊന്നിനെ പുരുഷായുഷ്കാലം കൊണ്ട് കണ്ടില്ലയോ, അതിനെ തൻ്റെ ഹൃദയാന്തർഭാഗത്ത് തന്നെത്താൻ സാക്ഷാത്കരിക്കാൻ ദർശിച്ചു. അജനായിരിക്കുന്ന ആ ബ്രഹ്മാവ് ഒരു പുരുഷായുഷ്കാലം അന്വേഷിച്ചിട്ടും യാതൊന്നിനെ കണ്ടെത്തിയില്ലയോ, അതിനെ ഈ സമാധി എന്ന അവസ്ഥയിൽ തൻ്റെ ഹൃദയാന്തർഭാഗത്തു തന്നെ പെട്ടെന്ന് സാക്ഷാത്കരിച്ചു. ബാഹ്യേന്ദ്രിയങ്ങൾക്ക് ഈശ്വരൻ അഗോചരനാണ്. ജ്ഞാനചക്ഷുസിന് ഗോചരണം എന്നർത്ഥം.
ഇവിടെ ആ ബ്രഹ്മാവ് 100 കൊല്ലം കൊണ്ട് നല്ലവണ്ണം ഏകാഗ്രമായി തീർന്ന ധ്യാനത്താൽ പ്രബുദ്ധനായിട്ട് മുമ്പ് എത്ര അന്വേഷിച്ചിട്ടും കാണാത്ത ആ സർവേശ്വര സ്വരൂപത്തെ സ്വയം ഹൃദയാന്തർഭാഗത്ത് പ്രകാശിക്കുന്നതായിട്ട് കണ്ടു. 100 സംവത്സരകാലം അനുഷ്ഠിച്ചതായിട്ടുള്ള ആ സമാധിയോഗം നിമിത്തം തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന പരമാർത്ഥ പുരുഷനെ അറിവാനുള്ള യോഗ്യത സിദ്ധിച്ചു. അന്വേഷിച്ചതുകൊണ്ട് കണ്ടുകിട്ടാതിരുന്ന ആ വസ്തു തൻ്റെ ഹൃദയമധ്യത്തിൽ വിളങ്ങുന്നതായിട്ട് ആ ബ്രഹ്മദേവൻ കണ്ടു. പുറത്തല്ല, ഉള്ളിലാണ് ഭഗവാനെ അന്വേഷിക്കേണ്ടത് എന്ന പരമരഹസ്യം ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ശേഷ പര്യങ്കേ ശയാനമേക അതിൻ്റെ മുമ്പ് എന്താ തഥാ പൂർവം യം സംവത്സര ശതം വിജിന്വൻ അപിനാ പശ്യത്തം. അപ്പോൾ ആ സമാധിസ്ഥനായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ തഥാ പൂർവം പണ്ട് യം എപ്രകാരം സംവത്സര ശതം അനവധി വത്സരക്കാലം 100 കണക്കിന് വത്സരക്കാലം വിജിന്വൻ അപി അന്വേഷിച്ചിട്ടും നാ പശ്യൽ കണ്ടില്ലയോ തം അതിനെ സ്വയമേവ അന്തർഹൃദയെ സ്വന്തം അന്തർഹൃദയത്തിൽ അപശ്യത് സ്വയമേവ അന്തർഹൃദയെ പശ്യത് അന്തർഹൃദയത്തിൽ കണ്ടു. എന്നുകൂടി പറയാം. തഥാ പൂർവം യം സംവത്സരശതം വിചിന്വന്നപി നാപശ്യത് തം സ്വയമേവ അന്തർഹൃദയെ പശ്യത് അന്തർഹൃദയെ അപശ്യത്. അടുത്ത ശ്ലോകം നോക്കാം. ഇനി 9 ശ്ലോകങ്ങളിൽ ബ്രഹ്മാവ് ദർശിച്ചിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കണം. അതിലൊന്ന് ക്രിയാപദമില്ലായികയാൽ മുൻ ശ്ലോകത്തിലെ അപശ്യത എന്ന് ചേർത്തിയിട്ട് അന്വയിക്കണം. അവിടെ ആവർത്തിച്ചത് ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ 23ാമത്തെ ശ്ലോകം. മൃണാളഗൗരായതശേഷഭോഗപര്യങ്കൈകം പുരുഷം ശയാനം ഫണാദപത്രായുധമൂർധ രത്നദ്യുഭിർഹതധ്വാന്തയുഗാന്തത്തോയേ. മൃണാളഗൗരായതശേഷഭോഗപര്യങ്കൈകം പുരുഷം ശയാനം ഫണാദപത്രായുധമൂർധരത്നദ്യുഭിർഹതധ്വാന്തയുഗാന്തതോയേ. ഫണാദപത്രായുധമൂർധ രത്നദ്യുഭി ഫണങ്ങളാകുന്ന ആ കുടകൾ ചൂടിയിട്ടുള്ള അനേകം ശിരസ്സുകളിലെ ആ രത്നശോഭയാൽ മൃണാളഗൗരായതശേഷഭോഗ ഫണങ്ങളാകുന്ന കുടകൾ ചൂടിയ അനേകം ശിരസ്സുകളിലെ രത്നശോഭയാൽ ഹത്വാന്തയുഗാന്തത്തോയെ നശിപ്പിക്കപ്പെട്ട അന്ധകാരത്തോടു കൂടിയ ആ പ്രളയജലത്തിൽ ആ രത്നങ്ങളിൽ നിന്ന് വരുന്ന ശോഭ കൊണ്ട് അന്ധകാരത്തെ ഇല്ലാണ്ട് ആക്കിയിട്ട് മൃണാളഗൗരായത ശേഷഭാഗ പര്യങ്ക ആ താമരവളയം പോലെ വെളുത്ത നീണ്ടുകിടക്കുന്ന ആദിശേഷനാകുന്ന തൽപ്പത്തിൽ ശയാനം പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ഏകനായിരിക്കുന്ന പുരുഷൻ, ആ പുരുഷനെ അപശ്യത പുരുഷനെ ദർശിച്ചു. മൃണാളഗൗരായത ശേഷഭോഗ പര്യങ്ക ഏകം ആ വെളുത്ത നീണ്ടുകിടക്കുന്ന ആദിശേഷ തൽപ്പത്തിൽ ശയിക്കുന്ന മൃണാള ഗൗരായ വെളുത്ത മൃണാള താമരവളയം പോലെയുള്ള ആ വെളുത്ത നീണ്ടു കിടക്കുന്ന ശേഷഭോഗ
ആ ആദിശേഷനാകുന്ന തൽപ്പത്തിൽ ഭോഗപര്യങ്ക ആ തൽപ്പത്തിൽ ശയാനം ശയിക്കുന്ന ഏകം പുരുഷൻ ഏകനായിരിക്കുന്ന ആ പുരുഷനെ ഫണാദപത്രായുധമൂർധരത്നദ്യുഭിർഹതധ്വാന്ത യുഗാന്തതോയേ ആ ഫണങ്ങളാകുന്ന കുടകൾ ചൂടിയിരിക്കുന്ന അനേകം ശിരസ്സുകളോട് കൂടിയിട്ടുള്ള ദന്തശോഭയാൽ ആ നശിപ്പിക്കപ്പെട്ട ആ അന്ധകാരത്തോടു കൂടിയ പ്രളയജലത്തിൽ എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഫണാദപത്രായുധമൂർധരത്നദ്യുഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണങ്ങളാകുന്ന കുടകൾ ചൂടിയ അനേകം ശിരസ്സുകളിലെ രത്നശോഭയാൽ ഹതധ്വാന്തയുഗ യുഗാന്തതോയെ നശിപ്പിക്കപ്പെട്ട അന്ധകാരത്തോട് കൂടിയിട്ടുള്ള പ്രളയജലത്തിൽ എന്നർത്ഥം. മൃണാളഗൗരായത ശേഷഭോഗപര്യങ്കേ താമരവളയം പോലെ വെളുത്തു നീണ്ടുകിടക്കുന്ന ആദിശേഷനാകുന്ന തൽപ്പത്തിൽ ശയാനം പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ഏകനായിരിക്കുന്ന പുരുഷം ആ പുരുഷനെ അപശ്യത ദർശിച്ചു. എന്നുകൂടി പറയാം. ഫണാദപത്രായുധമൂർധ രത്നദ്യുഭി ആ ഫണങ്ങളാകുന്ന കുടകൾ ചൂടിയ അനേകം ശിരസ്സുകളിലെ രത്നശോഭയാൽ ഹതധ്വാന്തയുഗാന്തതോയെ നശിപ്പിക്കപ്പെട്ട അന്ധകാരത്തോടുകൂടിയ പ്രളയജലത്തിൽ മൃണാളഗൗരായത ശേഷഭോഗപര്യങ്കേ ആ താമരവളയം പോലെ വെളുത്തു നീണ്ടുകിടക്കുന്ന ആദിശേഷനാകുന്ന തൽപ്പത്തിൽ ശയാനം പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ഏകനായിരിക്കുന്ന പുരുഷം അപശ്യത പുരുഷനെ ദർശിച്ചു. അതിൽ അനന്തൻ്റെ ആ ഫണങ്ങളാകുന്ന ആ കുടകളിൽ ശോഭിക്കുന്ന ആ രത്നങ്ങളുടെ പ്രകാശത്താൽ നശിപ്പിക്കപ്പെട്ട അന്ധകാരത്തോടു കൂടിയ ആ പ്രളയത്തിൽ താമരവളയം പോലെ വെളുത്ത ശേഷശയ്യയിൽ ഏകനായി കിടക്കുന്ന ഭഗവാനെ ബ്രഹ്മാവ് ദർശിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അന്വയം വരുന്നത് ഫണാദപത്രായുധ മൂർധരത്നദ്യുഭി ഹതധ്വാന്തയുഗാന്തതോയേ മൃണാള ഗൗരായതശേഷഭോഗപര്യങ്കേ ശയാനം ഏകം പുരുഷം അപശ്യത എന്നുകൂടി പറയാം. ഫണാദപത്രായുധമൂർധരത്നദ്യുഭി ഹതധ്വാന്തയുഗാന്തതോയേ മൃണാളഗൗരായതശേഷഭോഗപര്യങ്കേ ശയാനം ഏകം പുരുഷം അപശ്യത. അതായത് ഫണങ്ങളാകുന്ന കുടകൾ ചൂടിയ ശിരസ്സുകളിലെ രത്നശോഭയാൽ നശിപ്പിക്കപ്പെട്ട അന്ധകാരത്തോടു കൂടിയ പ്രളയജലത്തിൽ താമര വളയം പോലെ വെളുത്ത നീണ്ടുകിടക്കുന്ന ആദിശേഷനാകുന്ന തൽപ്പത്തിൽ പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ഏകനായ ആ പുരുഷനെ ദർശിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുട പോലെ വിരുത്തിയ 1000 ഫണങ്ങളുള്ള ശിരസ്സിലെ രത്നങ്ങളുടെ കാന്തിയാൽ അന്ധകാരഹീനൻ ആയിത്തീർന്ന ആ പ്രളയജലത്തിൽ താമരവളയത്തിൻ്റേതുപോലുള്ള ആ വെളുത്തതും ദീർഘിച്ചതുമായ ആദിശേഷന്റെ ശരീരമാകുന്ന മെത്തയിൽ ശയിക്കുന്നവനും അദ്വിതീയനുമായിരിക്കുന്ന ഭഗവാനെ ദർശിച്ചു. ആതപത്രം പോലെ വിസ്തീർണമായ ശിരസ്സുകൾ, വലിയ കുട, ശിരസ്സുകളിലുള്ള രത്നങ്ങളുടെ പ്രഭ നിമിത്തം അന്ധകാരം നശിപ്പിക്കുന്ന ആ യുഗാന്ത ജലത്തിൽ, ആ യുഗത്തിൻ്റെ അവസാനത്തെ ജലത്തിൽ താമരവളയം പോലെ ധവള നിറത്തിലിരിക്കുന്ന, വെളുത്ത നിറത്തിലിരിക്കുന്ന ആദിശേഷ ശരീരമാകുന്ന ശയനത്തിൽ കിടക്കുന്ന ഏകനായിരിക്കുന്ന പുരുഷനെ ബ്രഹ്മാവ് കണ്ടു. ശേഷപര്യങ്കേ ശയാനമേകം ആ ശേഷശായിയായിട്ട് കിടക്കുന്ന ശേഷൻ്റെ ആ തൽപ്പത്തിൽ ശയിക്കുന്ന ഏകനായിരിക്കുന്ന മരകതശ്യാമം, മരതക രത്നങ്ങൾ അണിഞ്ഞിട്ടുള്ള ശ്യാമം, ശ്യാമവർണ്ണത്തോടും കൂടിയിട്ടുള്ളതും പീതാംബരപ്പെട്ടെടുത്തതും വനമാലിനം ആയിരിക്കുന്ന ആ ഭഗവാനെ അവിടെ കണ്ടു. ശേഷ പര്യങ്കേ ശയാനമേകം മരകതശ്യാമം പീതാംബരം വനമാലിനം. അടുത്ത ശ്ലോകത്തിൽ പ്രേക്ഷാം ക്ഷിപന്തം
തോപലാർദ്രേ സന്ധ്യാഭ്രനീവേരുരുരുക്മമൂർധ്നഃ രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാംഘ്രി പാംഘ്രേ പ്രേക്ഷാം ക്ഷിപന്തം ഹരിതോപലാർദ്രേ സന്ധ്യാഭ്രനീവേരുരുരുക്മമൂർധ്നഃ രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാംഘ്രി പാംഘ്രേ ഭുജാംഘ്രി പാംഘ്രേഃ വേണുഭുജാംഘ്രി പാംഘ്രേഃ. എന്നൂടി ചൊല്ലാം ശ്ലോകം. പ്രേക്ഷാം ക്ഷിപന്തം ഹരിതോപലാർദ്രേഃ സന്ധ്യാഭ്രനീവേരുരുരുക്മമൂർധ്നഃ രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാംഘ്രി പാംഘ്രേഃ. ഉരുരുക്മമൂർധ്ന എന്നുള്ള സ്വർണ്ണമയമായിരിക്കുന്ന കിരീടത്തോട് കൂടിയിട്ടുള്ള. പിന്നെ രത്നദധാരൗഷധി സൗമനസ്യ വനസ്രജഃ. രത്നങ്ങൾ, നീരരുവികൾ, സസ്യങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ എന്നിവയുടെ ആ മാലകളോട് കൂടിയിട്ട്, ആ സന്ധ്യാമേഘം ആയ ആ വസ്ത്രത്തോട് കൂടിയിട്ട്, പിന്നെ ആ മുളകളാകുന്ന കൈകളോടും മരങ്ങളാകുന്ന കാലുകളോടും പച്ചക്കൽമാലയുടെ ആ ശോഭയെ നിസ്സാരമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ അലങ്കാരത്തിൻ്റെ വിശേഷം, ഭഗവാന്റെ അലങ്കാര വിശേഷം ആണ് അവിടെ പറയുന്നത്. സ്വർണ്ണമയമായിരിക്കുന്ന കിരീടത്തോടു കൂടിയിട്ട്, അതുപോലെ രത്നങ്ങൾ, നീരരുവികൾ, സസ്യങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ എന്നിവയുടെ മാലകളോട് കൂടിയിട്ട്, സന്ധ്യാമേഘത്തിൻ്റെ നിറം ചേർന്ന വസ്ത്രങ്ങളോട് കൂടിയിട്ട്, മുളകളാകുന്ന കൈകളോടും മരങ്ങളാകുന്ന കാലുകളോടും കൂടിയിട്ട് പച്ചക്കൽമാലയുടെ ശോഭയെ നിസ്സാരമാക്കുന്ന ആ പുരുഷനെ കണ്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ പദങ്ങൾ നോക്കാം. ഉരുരുക്മമൂർധ്നഃ സ്വർണ്ണമയമായിട്ടുള്ള കിരീടത്തോടും, രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജഃ രത്നങ്ങൾ, നീരരുവികൾ, സസ്യങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ എന്നിവയുടെ മാലകൾ. സന്ധ്യാഭ്രനീവേഃ സന്ധ്യാമേഘമായ ആ വസ്ത്രത്തോട് കൂടിയിട്ട്, വേണുഭുജാംഘ്രി പാംഘ്രേഃ ആ മുളകളാകുന്ന കൈകളോടും മരങ്ങളാകുന്ന കാലുകളോടും കൂടിയ, ഹരിതോപലാർദ്രേഃ പച്ചക്കൽമാലയുടെ പ്രേക്ഷാം ശോഭയെ ക്ഷിപന്തം പുരുഷം അപശ്യത നിസ്സാരമാക്കുന്ന പുരുഷനെ കണ്ടു. എന്നുകൂടി പറയാത്ത പദങ്ങൾ. ഉരുരുക്മമൂർധ്നഃ സ്വർണ്ണമയമായിട്ടുള്ള കിരീടത്തോടും, രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജഃ രത്നങ്ങൾ, നീരരുവികൾ, സസ്യങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ എന്നിവയുടെ മാലകളോടും, സന്ധ്യാഭ്രനീവേഃ സന്ധ്യാമേഘമായിട്ടുള്ള വസ്ത്രത്തോടും, വേണുഭുജാംഘ്രി പാംഘ്രേഃ മുളകളാകുന്ന കൈകളോടും മരങ്ങളാകുന്ന കാലുകളോടും കൂടിയ, ഹരിതോപലാർദ്രേഃ ആ പച്ചക്കൽമാലയുടെ പ്രേക്ഷാം ശോഭയെ ക്ഷിപന്തം പൗരുഷം അപശ്യത നിസ്സാരമാക്കുന്ന പുരുഷനെ കണ്ടു. പദത്തെ അന്വയം. ഉരുരുക്മമൂർധ്നഃ രത്നോദധാരൗഷധി സൗമനസ്യ സന്ധ്യാഭ്രനീവേഃ വേണുഭുജാംഘ്രി പാംഘ്രേഃ ഹരിതോപലാർദ്രേഃ പ്രേക്ഷാം ക്ഷിപന്തം പുരുഷം അപശ്യത. എന്നുകൂടി പറയാം. ഉരുരുക്മമൂർധ്നഃ രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജഃ
സന്ധ്യാഭ്രനീവേ വേണു ഭുജാഘ്രിപാഘ്രേ ഹരിതോപലാർദ്രേ പ്രേക്ഷാം ക്ഷിപന്തം പുരുഷം അപശ്യത. അതായത് സ്വർണ്ണമയമായിട്ടുള്ള കിരീടത്തോടും രത്നങ്ങൾ, നീര്, അരുവികൾ, സസ്യങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ എന്നിവയുടെ മാലകളോടും സന്ധ്യാമേഘമായ ആ വസ്ത്രത്തോടും മുളകളാകുന്ന കൈകളോടും മരങ്ങളാകുന്ന കാലുകളോടും കൂടിയ പച്ചക്കൽ മാലയുടെ ശോഭയെ നിസ്സാരമാക്കുന്ന ആ പുരുഷനെ കണ്ടു. കൂടി പറയാം. സ്വർണ്ണമയമായ കിരീടത്തോടും രത്നങ്ങൾ, നീരരുവികൾ, സസ്യങ്ങൾ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ എന്നിവയുടെ മാലകളോടും സന്ധ്യാമേഘമായ വസ്ത്രത്തോടും മുളകളാകുന്ന കൈകളോടും മരങ്ങളാകുന്ന കാലുകളോടും കൂടിയ പച്ചക്കൽ മാലയുടെ ശോഭയെ നിസ്സാരമാക്കുന്ന പുരുഷനെ കണ്ടു. പച്ചക്കൽ പർവ്വതത്തിൻ്റെ ശോഭയെ നിസ്സാരമാക്കുന്നതാണ് ഭഗവത് സ്വരൂപം. സന്ധ്യാമേഘമാകുന്ന വസ്ത്രത്തോടു കൂടിയതും വലിയ സ്വർണ്ണക്കൊടുമുടിയുള്ളതും രത്നങ്ങളാലും വെള്ളച്ചാട്ടങ്ങളാലും ഔഷധിച്ചെടികളാലും പുഷ്പസമൂഹങ്ങളാലും വനസമൂഹത്താലും മുളകളാകുന്ന ഭുജങ്ങളാലും വൃക്ഷങ്ങളാകുന്ന പാദങ്ങളാലും ശോഭിക്കുന്നതുമായ ആ പച്ചക്കൽ പർവ്വതത്തിൻ്റെ ശോഭയെയാണ് ആ ഭഗവത് സ്വരൂപം ആയിട്ട് ഇവിടെ സ്വരൂപ നിസ്സാരമാക്കുന്നത്. സന്ധ്യാമേഘങ്ങളാകുന്ന വസ്ത്രങ്ങളോട് കൂടിയതും അനേകം സുവർണ ശിഖരങ്ങളുള്ളതും രത്നങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, ഔഷധികൾ, പുഷ്പസമൂഹങ്ങൾ ഇവയാലുള്ള ആ വനമാല ചേർന്നതും മുളകളാകുന്ന കൈകളോടും വൃക്ഷങ്ങളാകുന്ന പാദങ്ങളോടും കൂടിയവനുമായ ഇന്ദ്രനീല പർവ്വതത്തിൻ്റെ ശോഭ നിസ്സാരമാക്കുന്നു എന്നും ഇവിടെ സാരം. ആദിശേഷനിൽ ശയിക്കുന്ന ആ ഏകപുരുഷൻ മരകത പർവ്വതത്തിൻ്റെ ഭംഗിയെ സ്വഭംഗിയാൽ തിരസ്കരിക്കുന്നതായിട്ട് ആ ബ്രഹ്മാവിന് തോന്നി. ഏതേത് ഭാഗത്താൽ പർവ്വതത്തിൻ്റെ ഏതേത് അംശത്തെ ജയിച്ചുവെന്ന് കാണിക്കുന്നു. സന്ധ്യാകാലത്തിലുള്ള ആ മേഘമാകുന്ന വസ്ത്രം പർവ്വതത്തിനുണ്ട്. ആദിപുരുഷൻ ധരിച്ചിരിക്കുന്ന പീതാംബരത്താൽ ഈ മേഘകാന്തിയെ ധരിപ്പിച്ചിരിക്കുന്നു. ആ മേഘകാന്തിയെ നിസ്സാരമാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ കിരീടത്തിലുള്ള ആ സ്വർണ്ണകാന്തി പർവ്വത ശിഖരത്തിലുള്ള സ്വർണത്തെയും ഭഗവാന്റെ ആ വക്ഷസ്ഥലത്തിലുള്ള കൗസ്തുഭമാകുന്ന രത്നം പർവ്വതത്തിലുള്ള രത്നത്തെയും ഭഗവാന്റെ മുത്തുമാല പർവ്വതത്തിൽ നിന്നൊഴുകുന്ന ജലധാരയെയും ഭഗവാന്റെ തുളസിമാല പർവ്വതത്തിലുള്ള സൗരഭ്യമുള്ള പുഷ്പങ്ങളെയും ഭഗവാന്റെ ബാഹുക്കൾ മുളകളാകുന്ന പർവ്വത ബാഹുക്കളെയും ഭഗവാന്റെ പാദങ്ങൾ പർവ്വതപാദങ്ങൾ എന്ന പോലെ ശോഭിക്കുന്ന വൃക്ഷങ്ങളെയും നിസ്സാരമാക്കി തീർത്തു. ഇപ്രകാരം മരകത പർവ്വതത്തെ തിരസ്കരിക്കുന്ന ആ മഹാപുരുഷനെ കണ്ടു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇവിടെ ചൊല്ലിയത്. ശേഷ പര്യങ്കേ ശയാനമേകം മരകതശ്യാമം പീതാംബരം വനമാലിനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ഇതിനകത്ത് മനോഹരമായിട്ടുള്ള പച്ചക്കൽ പർവ്വതം പോലെ ശോഭിക്കുന്നതാണ് ഭഗവാന്റെ സ്വരൂപം. എങ്ങനെയുള്ള പച്ചക്കൽ പർവ്വതം പോലെ? സന്ധ്യാസമയത്തെ മഞ്ഞ നിറത്തിലുള്ള മേഘങ്ങൾ, വലിയ സ്വർണ്ണക്കൊടുമുടി, പലതരം രത്നങ്ങൾ, ജലപ്രവാഹങ്ങൾ, ഔഷധിച്ചെടികൾ, പുഷ്പസമൂഹം, വനസമൂഹം, വലിയ കയ്യുകൾ പോലെ നീണ്ട മുളകൾ, കാലുകൾ പോലെ തടിച്ചു നീണ്ട വൃക്ഷങ്ങൾ, ഇവ കൊണ്ട് ശോഭിക്കുന്ന പച്ചക്കൽ പർവ്വതം പോലെ ഭംഗിയുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞു. ഭഗവത് സ്വരൂപത്തിൻ്റെ നിറം മഴക്കാറിനെ പോലെ കറുപ്പാണെന്നും കായാമ്പൂ പോലെ നീല നിറമാണെന്നും പച്ചക്കല്ല് പോലെ മരതക രത്നം പതിച്ച പോലെ പച്ചയാണെന്നും കവികൾ വർണ്ണിക്കാറുണ്ട്. അതാണ് ഹരിതോപലാദ്രി പച്ചക്കൽ പർവ്വതം എന്ന് പറയാൻ കാരണം.
ആ പർവ്വതത്തിലെ സന്ധ്യാമേഘാദികൾക്ക് പകരം ഭഗവാനിനുള്ളത് മഞ്ഞവസ്ത്രം, സ്വർണകിരീടം, കൗസ്തുഭാതിരത്നങ്ങൾ, മുത്തുമാലകൾ, ചെറുരോമങ്ങൾ, വനമാല, കൈകൾ, കാലുകൾ എന്നിവകളാണ്. സന്ധ്യാമേഘാദികളോടുകൂടിയ ആ പച്ചക്കൽ പർവ്വതത്തേക്കാൾ ശോഭയുണ്ട് ഭഗവത് സ്വരൂപത്തിന് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. ഭഗവാനെ കണ്ടാൽ സന്ധ്യാമേഘാദികളോടുകൂടിയ പച്ചക്കൽ പർവ്വതം തന്നെയാണെന്ന് തോന്നും എന്നിങ്ങനെ ഉൽപ്രേക്ഷാലങ്കാരം പ്രയോഗിച്ചാൽ പോലും പോരാ. ഭഗവാനെ കണ്ടാൽ മേൽ വിവരിച്ച വിധത്തിലുള്ള മരതക പർവ്വതത്തിൻ്റെ ഓർമ്മ വരുമെന്ന് സ്മരണാലങ്കാരം. അങ്ങനെ മരതക പർവ്വതമാണെന്ന് ഭ്രാന്തി, തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്ന് ഭ്രാന്തി മതം അലങ്കാരമോ ഭ്രാന്തി മതം അലങ്കാരമോ തന്നെ പറയേണ്ടതാണ്. പ്രേക്ഷാം ക്ഷിബന്ധം എന്ന പ്രയോഗം കൊണ്ട് ആ ശോഭ കൊണ്ട് നിസ്സാരമാക്കപ്പെട്ടു എന്നർത്ഥം. അടുത്ത ആ ശ്ലോകം ചെല്ലാം. ആയാമതോ വിസ്തരത സ്വമാന ദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്ര ദിവ്യാഭരണാംശുകാനാം കൃതാശ്രിയാപാശ്രിതവേഷദേഹം. ആയാമതോ വിസ്തരത സ്വമാനദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്ര ദിവ്യാഭരണാംശുകാനാം കൃതാശ്രിയാവപാശ്രിതവേഷദേഹം. ഇവിടെ ആയാതമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഉള്ള, വിസ്തരത നല്ല വിസ്താരം ഉള്ള, സ്വമാന ദേഹേന ദൈർഘ്യം വിസ്താരം ഇവയാൽ നിരുപമം ആയിട്ടുള്ള തൻ്റെ ആ ലോകത്രയ സംഗ്രഹേണ ആ ലോകത്രയത്തെ ത്രിലോകങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായിരിക്കുന്ന ശരീരം കൊണ്ടും. ആയാമതോ വിസ്തരത സ്വമാന ദേഹേന എന്ന ശരീരം കൊണ്ട്, ലോകത്രയ സംഗ്രഹേണ ശരീരം കൊണ്ടും. വിചിത്ര ദിവ്യാഭരണാംശുകാനാം വളരെ വിചിത്രങ്ങളായിരിക്കുന്ന നാനാവിധ ദിവ്യ ആഭരണ വസ്ത്രങ്ങളുടെ ശോഭ കാരണം. കൃതാശ്രിത ആപാശ്രിത ശോഭ കൊണ്ടും. അപാശ്രിത വേഷദേഹം ആ പുരുഷം അപശ്യത സ്വീകരിച്ച വേഷമുള്ള ആ പുരുഷനെ, ആശ്രിത വേഷം സ്വീകരിച്ച വേഷമുള്ള ആ പുരുഷനെ കണ്ടു. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആയാമത്തോ അടുത്ത പദങ്ങൾ നോക്കാം. ലോകത്രയ സംഗ്രഹേണ ലോകത്രയത്തെ ഉൾക്കൊണ്ടതും. ആയാമത ദൈർഘ്യം, വിസ്തരത വിസ്താരം ഇവയാൽ, സ്വമാനം ദേഹേന നിരുപമമായിരിക്കുന്ന ശരീരം കൊണ്ടും. വിചിത്ര ദിവ്യാഭരണാംശുകാനാം നാനാവിധം ദിവ്യാഭരണം വസ്ത്രങ്ങളുടെ കൃതാശ്രിതയാ ശോഭ കൊണ്ടും ശോഭ കൊണ്ടും. അപാശ്രിത വേഷദേഹം പുരുഷം അപശ്യത സ്വീകരിച്ച വേഷമുള്ള പുരുഷനെ കണ്ടു. എന്നുകൂടി പറയാം. ലോകത്രയ സംഗ്രഹേണ ലോകത്രയത്തെ ഉൾക്കൊണ്ടതും. ആയാമത ദൈർഘ്യം, വിസ്തരത വിസ്താരം ഇവയാൽ, സ്വമാനദേഹേന നിരുപമമായി ഇരിക്കുന്ന ശരീരം കൊണ്ടും. വിചിത്ര ദിവ്യാഭരണാംശുകാനാം നാനാവിധം ദിവ്യാഭരണം വസ്ത്രങ്ങളുടെ കൃതാശ്രിയ ശോഭ കൊണ്ടും. അപാശ്രിത വേഷദേഹം പുരുഷം അപശ്യത സ്വീകരിച്ച വേഷമുള്ള പുരുഷനെ കണ്ടു. അതിലത്തെ അന്വയം നോക്കാം. ലോകത്രയ സംഗ്രഹേണ ആയാമത വിസ്തരത സ്വമാനദേഹേന വിചിത്ര ദിവ്യാഭരണാംശുകാനാം കൃതാശ്രിയ അപാശ്രിതവേഷദേഹം പുരുഷം അപശ്യത. എന്നുകൂടി പറയാം. ലോകത്രയ സംഗ്രഹേണ ആയാമത വിസ്തരത സ്വമാനദേഹേന വിചിത്ര ദിവ്യാഭരണാംശുകാനാം കൃതാശ്രിയ അപാശ്രിതവേഷദേഹം പുരുഷം അപശ്യത. ലോകത്രയത്തെ ഉൾക്കൊണ്ടതും അത് ദൈർഘ്യം, വിസ്താരം ഇവയാൽ നിരുപമമായിരിക്കുന്ന ആ ശരീരം കൊണ്ടും.
നാനാവിധം ദിവ്യാഭരണ വസ്ത്രങ്ങളുടെ ശോഭ കൊണ്ടും ആ സ്വീകരിച്ച വേഷമുള്ള പുരുഷനെ കണ്ടു. അർത്ഥം ഒന്നുകൂടി പറയാം. ലോകത്രയത്തെ ഉൾക്കൊണ്ടതും വിസ്താരം, ദൈർഘ്യം ഇവയാൽ നിരുപമമായിരിക്കുന്ന ശരീരം കൊണ്ടും നാനാവിധം ദിവ്യാഭരണ വസ്ത്രങ്ങളുടെ ശോഭ കൊണ്ടും സ്വീകരിച്ചിട്ടുള്ള ആ പുരുഷ വേഷത്തെ കണ്ടു. ഭഗവാന്റെ ദേഹത്തിൻ്റെ നീളവും വർണ്ണവും 3 ലോകങ്ങളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ്. വിചിത്രങ്ങളായിട്ടുള്ള ആ ദിവ്യാഭരണങ്ങൾ, പീതാംബരം എന്നിവയുടെ ശോഭയാൽ സങ്കല്പത്തിന് അനുസൃതമായിട്ടുള്ള വേഷത്തെ ധരിക്കാൻ കഴിയുന്നതുമാണ് ആ ശരീരം. അപ്രകാരമുള്ള ഭഗവാനെ ബ്രഹ്മാവ് ദർശിച്ചു. കൃതശ്രിയ എന്ന് പാഠഭേദം. ഇതിന് 3 ലോകവും അടക്കുന്നതും വിവിധ ദിവ്യാഭരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയാൽ ചുറ്റും ശോഭിക്കുന്നതും ദൈർഘ്യം കൊണ്ടും വിസ്താരം കൊണ്ടും നിരുപമവുമായിട്ടുള്ള ദേഹം ആർന്നവനാണെങ്കിലും അലങ്കാരങ്ങൾ അണിഞ്ഞവനും ആയിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ 3 ലോകവും പ്രയാസം കൂടാതെ തങ്കൽ അടങ്ങി ഇരിക്കുവാൻ മതിയായ ദൈർഘ്യവും വിസ്താരവുമുള്ളതും നാനാവിധങ്ങളും ദിവ്യങ്ങളുമായിരിക്കുന്ന വസ്ത്രാഭരണങ്ങളുടെ ശോഭയാൽ മരതക പർവ്വത ശോഭയെ വെല്ലുന്നതും അതിന് മതിയായിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ശരീരത്തോടു കൂടിയ പുരുഷനെ കണ്ടു. ഏതുമാതിരി ശരീരം ഉണ്ടാകണമെന്ന് സങ്കല്പിക്കുന്നുവോ തൽക്ഷണം ആ മാതിരി ദേഹം സിദ്ധിക്കാൻ തക്കതായ ഇച്ഛാശക്തിയോടുകൂടിയിരിക്കുന്ന ആ പുരുഷോത്തമനായിരിക്കുന്നതിനാൽ ഈ മാതിരി ദേഹധാരണം പ്രയാസപ്പെട്ട് ചെയ്തതല്ല, സങ്കല്പമാത്രത്താൽ സിദ്ധിച്ചതായിരുന്നുവെന്ന് സാരം. അപ്പോൾ സ്വമാനേന സാർദ്ധത്രയഹസ്ത വിസ്തീർണ ദേഹം, സ്വയം ഉണ്ടായ ത്രൈലോക്യങ്ങളെ കൈകളിൽ ഒതുക്കിയിട്ടുള്ള അത്ര ദീർഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള വിസ്തീർണമുള്ള ദേഹം, വിചിത്ര ദിവ്യാഭരണം, അനവധി വിചിത്ര ദിവ്യാഭരണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ ആണ് ദർശിക്കുന്നത്. സ്വമാനേന സാർദ്ധത്രയഹസ്ത വിസ്തീർണദേഹം വിചിത്ര ദിവ്യാഭരണം ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിക്കുക, 25ാമത്തെ ശ്ലോകം വരെ. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.